കേരള പ്രവാസി സംഘം വൈപ്പിൻ ഏരിയ സമ്മേളനം കെ.സി. എബ്രഹാം മെമ്മോറിയൽ ഹാളിൽ ജില്ലാ ട്രഷറർ വി.ആർ. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏത് സർക്കാരിന്റെ അവതാരമില്ലാണ്ട് സ്വന്തം കാലിൽ നമുക്ക് പെൻഷൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. നമ്മൾ മീറ്റിംഗ് പറഞ്ഞുള്ള അന്ന് പെൻഷൻ 500 രൂപ. 500 രൂപ പെൻഷനാണെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ട് 500,000 വേണമെങ്കിൽ സ്വന്തം പെൻഷൻ ബോർഡിൽ നിന്ന് പെൻഷൻ ബോർഡിൽ കൊടുക്കാൻ പറ്റും. അതാത് കാലഘട്ടത്തിനനുസരിച്ച് വർധനവനുസരിച്ചിട്ടുള്ള അംഗങ്ങളുടെ വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ പ്രവാസി ക്ഷേമനിധിയിലേക്ക് നമുക്ക് ആവശ്യമാണ്. ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ ചാനലെല്ലാം ചർച്ച ചെയ്യുന്നത് വാർത്തയാണ് നോർക്ക കെയർ ഇൻഷുറൻസ് ഫോം. നമ്മളെല്ലാവരും കേൾക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഓഫീസിൽ ചിന്തിച്ചെടുക്കാം. ആ വാർത്ത എന്താണ് സംരക്ഷണമെന്ന് കേൾക്കണം. അജിത് കൊളശ്ശേരിയാണ് അതിന്റെ CEO. അജിത് കൊളശ്ശേരിയായിട്ട് കഴിഞ്ഞ മാസം ഇതിനെ കുറിച്ച് ബില്ല് അവിടെ 21-ാം തീയതിയാണ് കേരള നോർക്കയിലെ വൈസ് ചെയർമാൻ ശ്രീ രാമകൃഷ്ണൻ ദുബായിൽ വെച്ച് ഷാർജയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് 21-ാം തീയതി. അതിന് ചാൾസ് ഗോൺസാവൽസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് T.K. സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈപ്പിൻ ഏരിയ ഭാരവാഹികളായി വിജയൻ PV പ്രസിഡന്റ്, ചാൾസ് ഗോൺസാവൽ, സുരേഷ് ബാബു വൈസ് പ്രസിഡന്റുമാർ, ഡെന്നി MS സെക്രട്ടറി, PG ജയൻ, ഡേവിസ് KJ ജോയിന്റ് സെക്രട്ടറിമാർ, TP രാധാകൃഷ്ണൻ ട്രഷറർ, ഷിബു K. ദാസ്, വിജയ് രാജ്, പ്രവീൺ KM, രാജീവ് CR, അനിൽകുമാർ EK കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം വൈപ്പിൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. 3.54 കോടിയിലധികം വരുന്ന ഈ സമൂഹത്തിൽ 1.59 കോടിയിലധികം ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ടോടുകൂടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരള പ്രവാസി സംഘം ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 10,000 പങ്കെടുത്ത രാജ്ഭവൻ മാർച്ചും പാർലമെന്റ് മാർച്ചും പ്രതിഷേധങ്ങളുടെ ഭാഗമായിരുന്നു. വിവിധ പ്രവാസി സംഘടനകളെ ഏകോപിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും സംഘം നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. വിശദമായ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളും അനിൽകുമാറും പറഞ്ഞു, അതിന്റെ അധ്യക്ഷനും പറഞ്ഞു. നമുക്ക് ഈ സംഘടന ശക്തമായാലാണ് നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ സർക്കാരിന് കിട്ടുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സംഘടന ശക്തമല്ലേ. നമ്മള് ഇപ്പൊ 3 പഞ്ചായത്തിലെ ആളുകൾ എത്തിയിരുന്നു. നമുക്ക് 6 പഞ്ചായത്തില്ലേ വൈകിട്ട്, അങ്ങനല്ലേ? 6 പഞ്ചായത്ത് 7 പഞ്ചായത്ത്. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് 3 പഞ്ചായത്തിലാണുള്ളൂ. നിങ്ങളൊക്കെ ഒരേ നേരക്കന്മാരാണ്. അപ്പൊ നിങ്ങൾ ചെന്നിട്ട് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവാസ സംഘടന ഉണ്ടാക്കണം. പ്രവാസ സംഘടന ഉണ്ടാക്കിയാലാണ് നമുക്ക് അവർക്ക് പെൻഷൻ കിട്ടുന്ന കാര്യം പലർക്കും മറ്റുള്ളവർ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ വായ്പ, അതുപോലെ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി അതായത് നമ്മൾ ചെയ്തു കൊടുക്കാറില്ലപ്പാ. എന്റെ അടുത്ത് ഇപ്പൊ 3 പേർക്ക് വണ്ടി യൂബർ അവർക്ക് 15% സബ്സിഡി ഉണ്ട്. ഇപ്പൊ 9 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15% വരവേൽക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വൈപ്പിൻ ഏരിയ സമ്മേളനം ഒത്തുകൂടിയ ജില്ലയിലെന്നാവുന്നവരുള്ളെങ്കിലും ഇതിന് വളരെ ഞാൻ എല്ലാവർക്കും ഈ തിരുവോണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം എന്നെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഞാൻ ഒരു അധ്യക്ഷനായിരിക്കാൻ യോഗ്യമൊന്നുമല്ല. എന്നെ ഇതിലുമായിട്ട് വളരെ വർഷങ്ങൾ പരിചയമുണ്ട്. വന്നപ്പോൾ ഒന്ന് അധ്യക്ഷനാകണമെന്ന് പറഞ്ഞ് ആളില്ലാത്തവർക്ക് എവിടെയും ഏത് പദവിയിലും അങ്ങനെ ഒരു അലങ്കാരത്തിൽ ഇരിക്കുന്നതല്ല.